അജു ചാരിറ്റബിൾ ട്രസ്റ്റും അങ്ങനത്തെ കുറച്ച് ചാരിറ്റി ഒക്കെ നടത്തുന്ന ആളാണല്ലോ. ഇപ്പൊ ഈ അടുത്ത് വന്നൊരു ന്യൂസ് കണ്ടിട്ടുണ്ടാവില്ല, നമ്മുടെ അർജുൻ മനാഫിന്റെ ഒരു സീന്. അപ്പൊ അതിനെ പറ്റി ന്യൂസ് ആയിട്ടപ്പോ എന്താ തോന്നിയത്? വീഡിയോ ഇട്ടു, കാരണം എന്റെ വെബ്സൈറ്റ് വേണം ഇവർക്കെല്ലാം യൂസ് ചെയ്യാം. ഞാൻ ഓൾറെഡി ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രാൻസ്പെറന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അയാളെ വേറെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എടുക്കുന്ന സർവീസ് സാധനം മാത്രമേ ഉള്ളൂ. അവർക്ക് വേണം ഇഷ്ടപ്പെടാതെ വന്നാൽ ഉള്ളത്. അതെനിക്ക് ഇത്രയും പൈസ മുടക്കി ചെയ്യുന്ന ഒരു കാര്യത്തിന് തിരിച്ച് ആ പൈസ നമ്മൾ എടുക്കുന്നു, അല്ലെ അത് ഈ പൈസ എടുത്തിട്ടായി ഈ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. അത് ഒഴിവാക്കി കൊടുക്കാനാണ് ഞാൻ പറഞ്ഞിരുന്നത്. നേരത്തെ എന്നെ പുറത്തുനിന്ന് ഒരാളാണെങ്കിൽ അവർക്ക് വേണ്ടി ഫണ്ട് റൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫണ്ട് റൈസിങ് നടത്തണം. നിങ്ങൾക്ക് അത് പേരുദോഷം ഇല്ലാതെ ആർക്കും തട്ടിപ്പ് നടത്തിയെന്ന് ഒരിക്കലും അങ്ങനെ ഒരു സംശയം ഉണ്ടാക്കാത്ത രീതിയിൽ വേണമെന്ന് തോന്നിയാൽ ഈ വെബ്സൈറ്റ് യൂസ് ചെയ്യാം. നമ്മൾ ബാക്കിയെല്ലാം ചെയ്തു തരാം. ഇത്രേ ഉള്ളത്. അതിനു വേണ്ടിയിട്ട് പിന്നെ ഇനി എന്തിനാ വലിയ ആപ്പ് ഉണ്ടാക്കണം, മറ്റുണ്ടാക്കണം, പിരിവെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനത്തെ ഒരാളാണെങ്കിൽ, അയാൾ ജെന്യൂൻ ആണെങ്കിൽ അയാൾക്ക് ഒരിക്കലും ഇങ്ങനെ വന്ന് റിക്വസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പൈസ ഇല്ലെങ്കിൽ എല്ലാം പിന്നെ കാശുള്ള ഒരാളാണ്, അയാൾക്ക് ഒരുപാട് പൈസ ഉണ്ട്, അയാൾ വേണേൽ ചെയ്യാം. അയാളെ എടുത്തിട്ട് ചെയ്തോട്ടെ. ഇയാൾ വന്നിട്ട് പിന്നെയും പബ്ലിക്കിനോടായി ചോദിക്കുന്നത് എന്തിന്? അതേ കാര്യം ഞാനിവിടെ ചെയ്തല്ലോ, പബ്ലിക്കിന്റെ എന്നെ പൈസ എടുത്തിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ല, ഞാൻ എന്റെ കയ്യിൽ കാശ് മുടക്കി ഉണ്ടാക്കുന്ന അല്ലത്. ഓരോരുത്തരും ഡൊണേറ്റ് ചെയ്യുന്ന പൈസ എന്നൊക്കെ എടുത്ത് പതുക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് പോകും. അതിനകത്ത് ഇനി മനാഫ് ഒന്ന് വേറൊന്നും ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്രയും തന്നെ പൈസ എനിക്ക് തന്നാൽ ഞാൻ കുറച്ചുകൂടെ അഡ്വാൻസ് ആക്കി തരാം. മനസ്സിലായി? ഇത് ഓട്ടോമേറ്റഡ് ആക്കി തരാം. അത്രയും പൈസ ഇങ്ങോട്ട് തരാം. മനാഫ് ഇങ്ങോട്ട് വരാൻ പറയാം.